ആരും കൊതിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ, നാട്ടിലെ പകൽ മാന്യർ, പണത്തിന് പണം, സമൂഹത്തിലെ ഉന്നത പദവി. കൊച്ചിയിലെ ആഡംബര ഹോട്ടലായ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ രാത്രി പോലീസ് പരിശോധനയിൽ പകൽ മാന്യന്മാരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ 3 യുവതികളടക്കം 8 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നടന്ന കപ്പൽ പാർട്ടിയിലും ലഹരി ഒഴുകിയോ എന്ന സംശയമുണ്ട്. ലഹരി എത്തിയത് വിദേശത്താണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ കസ്റ്റംസും കേസെടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ വൈറ്റ് കോളർ ലഹരി സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലായ റാഡിസൺ ബ്ലൂവിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടന്നത്. ആഡംബര ഹോട്ടലിലെ മുറിക്കകത്തായിരുന്നു പരിശോധന. ആ പരിശോധനയിൽ പിടിച്ചെടുത്തത് MDMA, എക്സ്റ്റസി ടാബ്ലറ്റുകൾ, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ. അതുപയോഗിച്ചിരുന്നതാവട്ടെ അഭിഭാഷകർ, ഡോക്ടർമാർ, ഏവിയേഷൻ വിദ്യാർത്ഥിനി, ഇവന്റ് മാനേജ്മെന്റ്, ന്യൂട്രീഷനിസ്റ്റ് തുടങ്ങിയ ആളുകൾ. അങ്ങനെ ഒരു വൈറ്റ് കോളർ ലഹരി സംഘത്തെയാണ് ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫ് 4ന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ തുറന്നു കാട്ടിയത്. ഷോൺ എന്ന 44-കാരനാണ് ഈ അതിമാരക ലഹരി വസ്തുക്കൾ ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചത്. ഇയാളുടെ ക്ഷണപ്രകാരമാണ് അഭിഭാഷകനും ഡോക്ടറും ഏവിയേഷൻ വിദ്യാർത്ഥിനിയുമെല്ലാം ഈ മുറിയിലേക്ക് എത്തി ലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഷോണിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഷോണിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഒരു ആഡംബര നൗകയിൽ ഒരു ക്രൂയിസ് പാർട്ടി നടന്നിരുന്നു. ആ പാർട്ടിയിലേക്കും ലഹരി ഒഴുകിയെന്നാണ് വിലയിരുത്തൽ. കസ്റ്റംസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ഇതേ ഷോണിന്റെ നേതൃത്വത്തിൽ ക്രൂയിസ് പാർട്ടി നടത്തിയ ഘട്ടത്തിൽ കസ്റ്റംസ് അവിടെ എത്തിയിരുന്നു. തലനാരിഴക്കാണ് ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. മെത്തഫെറ്റമിനും അതോടൊപ്പം എക്സ്റ്റസി ടാബ്ലറ്റുകളുമൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നുവെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിൽ കസ്റ്റംസ് ഇതിന്റെ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് ഏറെക്കുറെ നിലച്ച മട്ടിലാണ്. അത് മുതലെടുത്താണ് ലഹരി സംഘങ്ങൾ വീണ്ടും കൊച്ചിയിൽ സജീവമാകുന്നത്. ഇവരെ പിടിച്ചുകെട്ടേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞു മടുക്കുന്ന സാഹചര്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.